Hi friends, this is Jogi Agdirthal. Welcome to our channel. Okay, in our last class, we learned about do and does. ഞാൻ ഈ എടുത്തു വരുന്ന ക്ലാസ്സിൻ്റെ പാഠ്യപദ്ധതി ഹെൽപ്പിംഗ് വെർബിനെ ബേസ് ചെയ്താണ് ഞാൻ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസും ഇംഗ്ലീഷിൽ ഇല്ല. അതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബിനെ പൂർത്തീകരിച്ചതിന് ശേഷം സെൻറ്റൻസ് മേക്കിലേക്ക് പോകാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ആം, ഈസ്, ആർ, വാസ്, വെർ, ബി, വിൽ, ബി പ്ലസ് ഡു, ഡസ് വരെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അബൌട്ട് ഡിഡ് ആണ്. ഡിഡ് ഉപയോഗിച്ച് ഡിഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെയ്തു എന്നുള്ളതാണ്. ഡു, ഡസ് എന്നീ വാക്കുകളുടെ പാസ്റ്റ് ഫോമാണ് ഡിഡ്. ഓക്കെ, ഹിയർ he came here yesterday. He came here yesterday. അവൻ ഇന്നലെ ഇവിടെ വന്നു. He came here yesterday. അവൻ ഇന്നലെ ഇവിടെ വന്നു. ഈ ഹെൽപ്പിംഗ് വെർബ് നേരിട്ട് ഇല്ലാത്ത ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നതിന്, അല്ല ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റുന്നതിന് ഡു, ഡസ്, ഡിഡ് എന്ന വാക്കുകൾ അത്യാവശ്യമാണ്. ആ വാക്കുകളെ കൂടാതെ നമുക്കത് ചെയ്യാനാവില്ല. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പരിശോധിക്കുന്നത്. ഇൻ ദിസ് സെന്റൻസ് ദർ ഈസ് നോട്ട് എ ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ്. ദ മെയിൻ വെർബ് ഈസ് കെയിം. അവിടെ വി ഹാവ് ടു സ്പ്ലിറ്റ് ദ വെർബ് കെയിം. വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കെയിം ഈസ് ഈക്വൽ ടു ഡിഡ് കം എന്ന ആയി മാറും. ഡിഡ് കം എന്ന വാക്കിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കെയിം എന്ന വാക്ക് കിട്ടുക. ഡിഡ് പ്ലസ് പ്രസന്റ് ഫോം, ഡിഡ് പ്ലസ് കം. സോ ഈ സെൻസ് അങ്ങനെ മാറും. ഹി ഡിഡിൻറ്റ് കം ഹിയർ. സോ ഡിഡിൻറ്റ് കം. Came changed into didn't come. Came is the verb that is in past form. അതിന് നമ്മൾ നെഗറ്റീവ് ആയപ്പോൾ didn't come. See, let us change another verb. She sang, sang well. അവൾ നന്നായി പാടി. She sang well. അവൾ നന്നായിട്ട് പാടിയില്ല, നല്ലതുപോലെ പാടിയില്ല എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഈ sang എന്ന പാസ്റ്റ് ഫോം വെർബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. sang is equal to did sing. Oh, she didn't sing. She didn't sing well. അവൾ നന്നായിട്ട് പാടിയില്ല. She didn't sing well. അപ്പോൾ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് എന്നീ വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 2-3 എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു വെർബ് എടുക്കാം. ഗോ ആയിക്കോട്ടെ, ഗോ. ഓക്കെ, ടേക്ക് ഓൾ ദീസ് വെർബ്സ്. ഐ ഗോ, ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ നെഗറ്റീവ് ആകണമെങ്കിൽ ഐ ഗോ എന്ന പ്രസന്റ് ഫോമുള്ള ഐ ഡോണ്ട് ഗോ എന്നാകും. ഐ ഡോണ്ട് ഗോ. ഇവിടെ ഗോ എന്ന പ്രസന്റ് ഫോം വെർബാണ്. ഗോ പ്ലൂറലാണ്. അതുകൊണ്ട് ഗോ എന്ന വാക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു ഗോ എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഐ ഡോണ്ട് ഗോ എന്ന് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ടേക്ക് വി ഗോ. ഇവിടെയും ഗോ പ്ലൂറൽ ഫോമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഗോ, ഞങ്ങൾ പോകുന്നില്ല. വി ഡോണ്ട് ഗോ, ഞങ്ങൾ പോകുന്നില്ല. യു ആണെങ്കിലോ യു ഗോ, അതുകൂടെ പ്ലൂറൽ ഫോമാണ്. ദ സെയിം, യു ഡോണ്ട് ഗോ. ഓക്കെ, ദെൻ ഐ വി യു. ഹി ആണെങ്കിലോ
he goes. ഗോസിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡസ് ഗോ എന്ന് കിട്ടും. അപ്പോൾ he doesn't go എന്ന് വരും നെഗറ്റീവ് ഫോം. ഷീ ആണെങ്കിലോ സെയിം, ഷീ ഗോസ് കൂടെ ഷീ doesn't go. ഇനി ഇറ്റ് ആണെങ്കിലോ ഇറ്റ് ഗോസ്, ഇറ്റ് doesn't go. ഓക്കെ. they go. they പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഗോ പ്ലൂറൽ ഫോം ഓഫ് വെർബ് വേണം. they go. അതെങ്ങനെ വരും? they don't go. ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ, ഇവിടെ I went എന്ന വെർബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. went is equal to did go. ഈ വിധത്തിൽ നമ്മൾ ഈ വെർബുകളെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരും I didn't go. ഞാൻ പോയില്ല. I went മീൻസ് ഞാൻ പോയി. ഞാൻ പോയി. I didn't go, ഞാൻ പോയില്ല. സോ വി ആണെങ്കിലോ we didn't go, we went. అంటే പാസ്റ്റ് ടെൻസിൽ അതിന് വ്യത്യാസമില്ല. അതുകൊണ്ട് we also we went. വെർബ് സെയിമേ, we went. അപ്പോൾ എങ്ങനെ പറയും? we didn't go. you ആണെങ്കിലോ യുവും വെന്റ് തന്നെ, you went. അപ്പോൾ you didn't go. ഓക്കെ. you he went, he didn't go. She ആണെങ്കിലോ സെയിം, she didn't go. അവൾ പോയില്ല. it didn't go, അത് പോയില്ല. they didn't go. ഇവിടെ പാസ്റ്റ് ഫോമിൽ സിംഗുലർ പ്ലൂറൽ യൂസേജ് ഇല്ല. വെന്റ് എന്ന് പറയുന്ന ഏകവചനത്തിനും ബഹുവചനത്തിനും പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് വെന്റ് തന്നെ. അതുകൊണ്ട് ഡിഡ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് വെർബാണ്. ഗോ വെന്റ് എന്തായി? ഡിഡിന്റ് ഗോ. ദ സെയിം ഡേ ഏത് വെർബാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാസ്റ്റ് ഫോം. കെയിം ആണെങ്കിലോ കെയിം, ഡിഡിന്റ് കം, ഐ ഡിഡിന്റ് കം, ഞാൻ വന്നില്ല. ഓക്കെ. ഞാൻ കണ്ടില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിഡിന്റ് സീ, ഞാൻ കണ്ടില്ല. ഓക്കെ. ഞാൻ പറഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിഡിന്റ് സേ, ഞാൻ പറഞ്ഞില്ല. ഓക്കെ. ഞാൻ കളിച്ചില്ല, ഐ ഡിഡിന്റ് പ്ലേ, ഞാൻ കളിച്ചില്ല. ഞാൻ ചെയ്തില്ല എന്നാണെങ്കിലോ ഐ ഡിഡിന്റ് ഡു, ഞാൻ ചെയ്തില്ല. ഓക്കെ. ഇങ്ങനെ നമ്മൾ പാസ്റ്റ് ഫോമിൽ വ്യത്യാസമില്ല. അപ്പോൾ അതായത് ഡു, ഡസ്, ഡിഡ് എന്ന ഈ വെർബുകളുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത സെന്റൻസുകളെ നെഗറ്റീവ് ആക്കി മാറ്റുന്നതിനാണ്. ഓക്കെ. നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലമർത്താനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ വെർബ് ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ. ബൈ.